മലപ്പുറം തീഞ്ചിപ്പലത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച 11 വയസ്സുകാരി സമീപത്തെ തോട്ടിലും കോഴിക്കോട്ടെ സ്വകാര്യ കുളത്തിലും കുളിച്ചിരുന്നതായി പഞ്ചായത്ത് അംഗം സുലൈമാൻ. പ്രദേശത്ത് ആരോഗ്യവകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. തോട്ടിൽ നിന്നുള്ള വെള്ളം പരിശോധനയ്ക്ക് അയച്ചുവെന്നും പഞ്ചായത്ത് അംഗം മീഡിയ വണ്ണിനോട് പറഞ്ഞു. ജംഷീർ കൊടിഞ്ഞ് വിവരങ്ങൾ നൽകും. ജംഷീർ, എന്തൊക്കെ പ്രതിരോധ നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? അനീഷ, തേഞ്ഞിപ്പലം പഞ്ചായത്തിലെ 13-ാം വാർഡിലാണ് ഈ കുട്ടി ഉൾപ്പെടുന്നത്. ഈ പ്രദേശത്തെ ഒരു തോട്ടിൽ, അതായത് ഒഴുക്കുള്ള ഒരു തോടാണ്, ആ തോട്ടിൽ ഈ കുട്ടി കുളിച്ചിരുന്നതാണ് ഇപ്പോൾ അല്പം മുമ്പ് ഈ പഞ്ചായത്ത് അംഗം, അതായത് ഈ വാർഡിലെ അംഗം കൂടിയായിട്ടുള്ള സുലൈമാൻ നമ്മോട് പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ ഈ കുട്ടിയും ഈ കുടുംബവും അതിനുശേഷം കോഴിക്കോട്ടെ ഒരു സ്വകാര്യ പൂളിലും കുളിച്ചിരുന്നു. അതിനുശേഷമാണ് കുട്ടിക്ക് ആദ്യമായി പനി സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം, പനിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. അതിനുശേഷം ആദ്യം അവിടുത്തെ ഹെൽത്ത് സെന്ററിൽ ചികിത്സ തേടി, അതിനുശേഷം പിന്നീട് അവിടുത്തെ ഒരു സ്വകാര്യ ക്ലിനിക്കിൽ ചികിത്സ തേടി, ശേഷം പിന്നീട് ചേളാരിയിൽ ആശുപത്രിയിൽ ചികിത്സ തേടി അവിടെ നിന്നാണ് ഇതിന്റെ ലക്ഷണങ്ങളാകാമെന്നുള്ളൊരു നിഗമനം വരുന്നതും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് വരുന്നതും അവിടെ നിന്ന് പരിശോധന നടത്തുന്നതും അതിൽ ഇത്തരത്തിൽ മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നിപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആ വാർഡിലും ഈ കുട്ടിയുടെ വീട് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി പനി പരിശോധന നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ പറയപ്പെടുന്ന തോട്ടിൽ നിന്ന് വെള്ളം ശേഖരിക്കുകയും അത് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് പഞ്ചായത്ത് അധികൃതരും അതോടൊപ്പം തന്നെ ഈ അവിടുത്തെ ഹെൽത്ത് ആരോഗ്യ വിഭാഗവും അറിയിക്കുന്നത്. മാത്രമല്ല, ഈ കുട്ടിയുടെ ആരോഗ്യനിലയിലും വലിയ ആശങ്കയില്ല എന്ന ആശുപത്രി അധികൃതരും മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ആശുപത്രി അധികൃതരും പറയുന്നുണ്ട്. കുട്ടിയുടെ ആരോഗ്യനില വലിയ ഗുരുതരമായ പ്രശ്നമില്ല എന്ന കാര്യവും പറയുന്നുണ്ട്. എങ്കിലും ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ തേഞ്ഞിപ്പലം പഞ്ചായത്തിലെ 13-ാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്ത് കൃത്യമായ പരിശോധനകളും മറ്റു ആരോഗ്യ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് അധികൃതർ അറിയിക്കുന്നത്. അനീഷ.